അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ നിലവിലുണ്ടായിരുന്ന ഇറക്കുമതി തീരുവ 25% നിന്ന് 50% ഉയർത്തിയത് നാളെ മുതൽ നിലവിൽ വരികയാണ്. കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 27 പുലർച്ചെ 12:01 മുതൽ പുതിയ താരിഫ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വഴിയാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ഈ ഉത്തരവ് നടപ്പാക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. നേരത്തെ US ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനെ നിർബന്ധിതനാക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് ന്യായീകരിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നുമുള്ളതാണ് ഇന്ത്യയുടെ നയമെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. അഹമ്മദാബാദിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: എത്ര സമ്മർദ്ദം വന്നാലും അതിനെ നേരിടാനുള്ള നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കുന്നത് നമ്മൾ തുടരും എന്നാണ്. ചെറുകിട സംരംഭകരും കർഷകരും മത്സ്യത്തൊഴിലാളികളുമെല്ലാം ഉൾപ്പെടുന്ന സാധാരണക്കാരുടെ താൽപ്പര്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന റഷ്യൻ എണ്ണ ഇറക്കുമതിക്കാരെ US സമാനമായ തീരുവകളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് USന്റെ ഇരട്ടത്താപ്പ് നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. US സമ്മർദ്ദം തുടർന്നാൽ റഷ്യയുടെ മറ്റ് വ്യാപാര പങ്കാളികൾക്കെതിരെയും പുതിയ താരിഫുകൾ ഏർപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. കൂടാതെ സ്വദേശി മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാട് വികസിത് ഭാരതത്തിലേക്കുള്ള സുപ്രധാനമായ വഴിയാണെന്ന് ഊന്നിപ്പറയുകയും ചെയ്തു. അമേരിക്കൻ താരിഫ് വർധന ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും ആഗോള വ്യാപാര ബന്ധങ്ങൾക്കും മേൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും? അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചയാണ് ഇതിൽ. ഈ താരിഫ് പ്രഹരം എന്ന തീരുമാനം ഒറ്റപ്പെട്ട ഒന്നല്ല, മറിച്ച് US ഇന്ത്യ വ്യാപാര ബന്ധങ്ങളിലെ സമീപകാല സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും അനിവാര്യമാണെന്ന് ഇന്ത്യ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കുന്നതാണ്. എന്നാൽ US ഇതിനെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന നടപടിയായിട്ടാണ് കാണുന്നത്. ഈ താരിഫ് വർധനവ് ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും. ഇത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതിനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത കുറയ്ക്കുന്നതിനും കാരണമാകും. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചില കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതേസമയം അമേരിക്കൻ നീക്കത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. ഇവിടെ എടുത്തു പറയണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചെറുകിട വ്യവസായങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായ ചൈനയ്ക്ക് നേരെ സമാനമായ നടപടികൾ സ്വീകരിക്കാത്തത് USന്റെ നീക്കങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയം ഉയർത്തുന്നുണ്ട്. ഇത് അമേരിക്കയുടെ താരിഫ് നയങ്ങളിൽ ഒരുതരം ഇരട്ടത്താപ്പുണ്ടോ എന്ന ചോദ്യത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് റഷ്യയുമായി വ്യാപാരം തുടരുന്ന മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ഭാവിയിൽ സമാനമായ നടപടികൾ ഉണ്ടായേക്കാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ വർദ്ധിക്കുന്നത്. US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായും റഷ്യ, ചൈന തുടങ്ങിയ ശക്തികളുമായും സന്തുലിതമായ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. മോദി സർക്കാർ മുന്നോട്ട് വെച്ച ആത്മനിർഭർ ഭാരത്, അതായത് സ്വയം പര്യാപ്തമായ ഭാരതം എന്ന ആശയം ഈ പ്രതിസന്ധിയെ നേരിടാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കാം. തദ്ദേശീയ ഉൽപാദനം വർദ്ധിപ്പിച്ചും ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തിയും ബാഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ സാമ്പത്തിക യുദ്ധം ആഗോള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും രാജ്യങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ചും നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കം മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണ്.